ഹായ് ഹലോ വെൽക്കം ടു ത്രെഡ് നീഡിൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പാനൽ കട്ട് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പാനൽ കട്ട് ചെയ്യാനായിട്ട് ചാർട്ട് പേപ്പറിനകത്താണ് ഞാൻ ആദ്യം അത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിനുള്ള വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഞാൻ നാലായിട്ട് ഫ്രണ്ടും ബാക്കും കിട്ടാൻ നാലായിട്ട് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. നോർമലായിട്ട് എല്ലാ ഡ്രസ്സിങ്ങിനും നമ്മൾ എടുക്കുന്ന പോലെ തന്നെ. ലെങ്ത്ത് എനിക്കിവിടെ 46 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 2 ഇഞ്ച് കൂട്ടിയിട്ട് 48 ഇഞ്ച് ഞാൻ ലെങ്ത്ത് ഇട്ടിട്ടുണ്ട്. 1.5 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ, 48 ഇട്ടിട്ടുണ്ട്. കോളർ നെക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് 48 ഇട്ടത്. മുകളിൽ നിന്ന് ഞാനത് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പാറ്റേൺ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാറ്റേൺ കട്ട് ചെയ്ത വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണം. ഇത് സെൻറ്റർ പാർട്ടാണ് ആദ്യം ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഫോൾഡഡ് ആയിട്ടുള്ള ക്ലോത്തിൻ്റെ സൈഡിലാണ് സെൻറ്റർ പാർട്ട് വെച്ച് കൊടുക്കുന്നത്. വെച്ച് നമ്മളൊന്ന് പിൻ ചെയ്തെടുക്കണം. പിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ പാറ്റേണിൻ്റെ സൈഡ് ഭാഗം, അതായത് ജോയിൻറ്റ് വരുന്ന ഭാഗം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വെക്കുന്നത്. തയ്യൽ തുമ്പ് സൈഡിൽ ഇട്ടിട്ട് വേണം നമ്മളത് പിൻ ചെയ്തെടുക്കാനായിട്ട്. സൈഡ് ജോയിൻ ചെയ്തെടുക്കേണ്ട ഭാഗമാണ്. ഷോൾഡർ മുതൽ താഴേക്ക് ഡാർട്ട് വരുന്ന രീതിയിൽ, ടക്സ് വരുന്ന രീതിയിലാണ് നമ്മൾ പാറ്റേൺ മാർക്ക് ചെയ്തെടുക്കുന്നത്. പ്രിൻസസ് കട്ട് ചെയ്യുന്ന പോലെ ഷോൾഡർ ടു വേസ്റ്റ് ടക്സ് വരുന്ന രീതിയിലാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ജോയിൻ ചെയ്യാനായിട്ട് തുണി വിട്ടിട്ട് വേണം നമ്മൾ ആ പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ പാറ്റേണിൽ വേസ്റ്റ് 14 ഇഞ്ച് വരെ അല്ലെങ്കിൽ 15 ഇഞ്ച് വരെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടെ താഴേക്ക് നീക്കി മാർക്ക് ചെയ്യണം. അതേ അളവ് മേളിൽ വേസ്റ്റിൽ എത്രയാണ് അളവ് കൊടുത്തത് അതേ അളവ് തന്നെ താഴേക്ക് മാർക്ക് ചെയ്യണം. അതുപോലെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് 20 ഇഞ്ച് അല്ലെങ്കിൽ 22, നിങ്ങളുടെ ബോഡിയുടെ മെഷർമെൻറ്റിൽ നിന്ന് എടുത്തത് 20-22 ഇഞ്ച് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. അതിനുശേഷം വേസ്റ്റ് താഴ്ഭാഗം എത്രയാണോ വന്നത് അത്ര തന്നെ സൈഡിലേക്ക് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു തയ്യൽ തുമ്പ് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിൻറ്റോ കൂട്ടിയിടാവുന്നതാണ്. അതുപോലെ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോഴും കുറച്ച് ലൂസിങ് ഇട്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മളത് പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണല്ലോ. അപ്പോൾ സ്റ്റിച്ചിങ് വരുമ്പോൾ ഒരു കുറഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൂസിങ് അധികം ഇട്ടിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കണം. അതുപോലെ വേസ്റ്റിൻ്റെ വണ്ണവും 4 ഭാഗം എടുത്തിട്ട് പകുതി വരുന്നത് പോലെ തയ്യൽ തുമ്പും ചേർത്ത് 2 സൈഡിലും മാർക്ക് ചെയ്യണം. അതിനുശേഷം കുർത്തിയുടെ ഫ്ലെയർ കിട്ടാനായിട്ട് മാക്സിമം ഫ്ലെയർ കിട്ടുന്ന രീതിയിൽ 2 സൈഡിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ആദ്യം ഫ്രണ്ട് പാർട്ടിൻ്റെ ഫോൾഡ് പാർട്ടിൻ്റെ ജോയിൻ ചെയ്തെടുത്തു താഴേക്ക്. അതിനുശേഷം സൈഡ് പാർട്ടിൻ്റെയും ഫ്ലെയർ മുകളിലേക്ക് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ മാക്സിമം ഫ്ലെയർ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സൈഡിൽ തയ്യൽ തുമ്പ് ഇട്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൂസിങ് 1 ഇഞ്ച്, സാധാരണ നമ്മൾ കുർത്തി തയ്ക്കുമ്പോൾ 1/2 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ ലൂസിങ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ആണ് ലൂസിങ് കൊടുക്കാറ്. ഇവിടെ മാക്സിമം നിങ്ങൾക്ക് 1 ഇഞ്ച് വരെ ലൂസിങ് കൊടുക്കാം. കാരണം ജോയിൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ക്രോസ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ടേപ്പ് വെച്ചൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഫുൾ ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ. എന്നാലേ നിങ്ങൾക്കിത് എങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്, എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. ഞാനിതിപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 2 സൈഡും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് കിട്ടുന്നത്. ഫ്ലെയർ ഇത്രയും ഉണ്ടായിരിക്കും. താഴെ ഏറ്റക്കുറച്ചിലുണ്ടാകും. അത് സൈഡ് പാനലുകൾ തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ അത്രയും 44 ഇഞ്ച് വീതിയുള്ള തുണിയായതുകൊണ്ട് 17 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഒരു ഫുൾ വിഡ്ത്തിലൊരു തുണി എടുത്തിട്ടുണ്ട്. അതിനെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നേരത്തെ ഞാൻ മറ്റുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ബൈസെപ്സിൽ എത്രയാണോ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ലൂസിങ്, ലൈനിങ് ഉള്ള കുർത്തി ആയതുകൊണ്ട് 1.5 ഇഞ്ച് ലൂസിങ്ങും
ആം ഹോളിൻ്റെ അവിടെ എത്രയാണോ ബോഡിയിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെയും കൂടെ 1.5 ഇഞ്ച് ലൂസിങ് എടുത്ത് അതിൻ്റെ പകുതി കിട്ടുന്ന രീതിയിൽ എവിടെ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് എവിടെയാണോ കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം തയ്യൽ തുമ്പും ചേർത്ത് താഴെ സ്ലീവിൻ്റെ അവിടെ ഏറ്റവും അറ്റം ഭാഗത്ത് ഞാൻ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ ഞാൻ മാർക്ക് ചെയ്യാതെ തന്നെ മൊത്തത്തിലോട്ടാണ് ഇട്ടെടുക്കുന്നത്. ഫുൾ ക്ലോത്ത് ഞാൻ താഴെ ഭാഗത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ആം ഹോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് കറക്റ്റ് ആണോ എന്ന് വെച്ച് നോക്കിയിട്ട് മാർജിനും ചേർത്ത് ഞാനതൊന്ന് കർവ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ടാണ് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. സ്ലീവിൻ്റെ അറ്റത്തേക്ക് എത്രയാണോ എനിക്ക് ക്ലോത്ത് കിട്ടുന്നത് അത്രയും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇലാസ്റ്റിക് കൊടുക്കാനായിട്ട്. ഇലാസ്റ്റിക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നത് അതിൻ്റെ 4/1 ഭാഗം മാർക്ക് ചെയ്താൽ മതി. ഇവിടെ ഇലാസ്റ്റിക് ഞാൻ വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് അത് മൊത്തത്തിൽ അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാനലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഫ്രണ്ട് പാനൽ കറക്റ്റ് മാറിപ്പോകാതെ തന്നെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മുകളിൽ കറക്റ്റായിട്ട് വരണം. താഴെ നമുക്ക് ഏറ്റക്കുറച്ചിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പം മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗം മാറിപ്പോകാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈക്വലായിട്ട് പിടിച്ച് വെച്ച് ഒട്ടും മാറിപ്പോകാതെ എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത് അത്ര തന്നെ പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. മുകളിൽ താഴേക്ക് ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒട്ടും മാറിപ്പോകരുത്. മാറിപ്പോയാൽ നമ്മൾ കൊടുത്ത ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ വണ്ണത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. അതുകൊണ്ട് നോക്കിയിട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ലൂസിങ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ സാധാരണ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നമ്മൾ ലൂസിങ് കൊടുക്കുന്ന സ്ഥാനത്ത് ഷോൾഡർ ടു വേസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസസ് കട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. ഷോൾഡർ ടു വേസ്റ്റ് ആർട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് ലൂസിങ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും കുറവ് വരത്തില്ല, ഈവനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം മുകളിലും താഴേക്ക് ഈക്വലായിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പാനലെല്ലാം ഒന്ന് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് മുകളിലേക്ക് കറക്റ്റ് മടക്കി ജോയിൻ ചെയ്തിടണം. അപ്പോൾ അടിഭാഗത്ത് താണ്ട് ഇതുപോലെ തന്നെ ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട്. അത് പാനൽ കട്ട് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം കൊണ്ട് തന്നെയാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ നെക്ക് കട്ട് ചെയ്യണം. ഞാനിവിടെ ആദ്യം നെക്ക് എന്താണ് കട്ട് ചെയ്യുന്നതെന്നൊന്നും ആദ്യം ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ കോളർ നെക്ക് നമുക്ക് ഫ്ലാറ്റ് കോളർ നെക്ക് വെക്കാനാണ് ഞാൻ പിന്നെ ഉദ്ദേശിച്ചത്. ആദ്യം ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലാറ്റ് കോളർ വെക്കാനായിട്ട് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിനെക്കാട്ടി ഒരു 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ നീളം കൂട്ടി വേണം ഇടാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് കോളർ പുറകോട്ട് നീങ്ങിപ്പോവും. അത് വരാനായിട്ട് ഒരു 1/2 ഇഞ്ച് ഞാനിപ്പം എക്സ്ട്രാ മാർക്ക് 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട് ലെങ്ത്തായിട്ട്. 1/2 ഇഞ്ച് തന്നെ ആയിരിക്കും നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കൈക്കുഴിയുടെ അവിടെ അതുപോലെ തന്നെ കൈക്കുഴി നമ്മൾ ആദ്യമേ ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ലെങ്ത്ത് കൂടിയത് കൊണ്ട് തന്നെ കൈക്കുഴി 1/2 ഇഞ്ച് താഴേക്ക് ഇറക്കി വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം ഫ്രണ്ടും ബാക്കും ഒരുപോലെ ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും വ്യത്യാസം വരാതെ പാനൽ കട്ട് ആയതുകൊണ്ട് ഒരുപാട് ഏറ്റക്കുറച്ചിൽ പല സൈഡിലേക്കും കാണും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് ഇടണം. എന്നിട്ട് വേണം നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് രണ്ട് ഫ്രണ്ടും ബാക്കും ഒരുപോലെ ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം നെക്കിൻ്റെ വിഡ്ത്ത് ഫ്ലാറ്റ് കോളർ ആയതുകൊണ്ട് 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നോർമൽ നെക്ക് കൊടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാനതിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 4 ഇഞ്ചിന് ശേഷം താഴേക്ക് നമ്മളൊരു വി പോലെ ഒരു കട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അതായത് കോളർ വെക്കുന്ന ഭാഗത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ലെങ്ത്ത് അല്ലെങ്കിൽ നെക്കിൻ്റെ ഡെപ്ത്ത് 4 ഇഞ്ചും വീതി 3.5 ഇഞ്ചും വെച്ചിട്ട് നമ്മളൊരു ബോക്സ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിനുള്ളിൽ റൗണ്ട്
മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് വെക്കാനായിട്ട് കോളർ വെക്കുന്ന ഭാഗം റൗണ്ടായിട്ട് ഷേപ്പിനാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് നമ്മൾ എത്രയാണോ ലെങ്ത്ത് കൂടുതലിട്ടത്, 1/2 ഇഞ്ചാണ് കൂടുതലിട്ടത്, ആ 1/2 ഇഞ്ച് നെക്കിൻ്റെ ഡെപ്തായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. അതിൽ കൂടുതൽ കൊടുക്കണ്ട. ആ 1/2 ഇഞ്ച് മാത്രം നെക്കിൻ്റെ ഡെപ്ത്ത് കൊടുത്താൽ. ഞാനിവിടെ ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട്. അതിനുശേഷം നടുഭാഗത്തേക്ക് ഒരു വി കട്ടിങ് കൊടുക്കാനായിട്ട് സെൻറ്ററിൽ നിന്ന് 1.5 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി മാർക്ക് ചെയ്യണം. അതിനുശേഷം താഴേക്ക് ഒരു 3 ഇഞ്ച് ഡെപ്തിന് നമ്മളൊരു വി മാർക്ക് ചെയ്ത് വെക്കണം. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കത്തില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. മുകളിൽ മാർക്ക് ചെയ്ത നെക്ക്, റൗണ്ട് നെക്ക് മാത്രമായിരിക്കും നമ്മളിപ്പോഴത്തേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് 7 ഇഞ്ചായിരിക്കും നെക്കിൻ്റെ ഡെപ്ത് വരുന്നത്. ചെറിയൊരു വി പോലൊരു സ്ലിറ്റ് ഒരു 1.5 ഇഞ്ച് വീതിക്ക്, മൊത്തത്തിൽ 3 ഇഞ്ച് വീതിയായിരിക്കും ഉണ്ടാവുക. 1.5 ഇഞ്ച് വീതിക്ക് ഒരു വി മാർക്ക് ചെയ്യണം. അതിനുശേഷം നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യണം. 1/2 ഇഞ്ചാണ് നെക്കിൻ്റെ ഡെപ്ത് നമ്മൾ കൊടുത്തത്. ആ 1/2 ഇഞ്ച് അങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് നമ്മൾ കളയരുത്, മാറ്റി വെച്ചേക്കണം, സൂക്ഷിച്ച് വെക്കണം. നമുക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസിൽ കോളർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യം വരും, ഷേപ്പ് മാർക്ക് ചെയ്യാൻ. അതുപോലെ ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ആം ഹോൾ താഴേക്ക് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തത് ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം, ഫ്രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട്. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ നമ്മളൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ടോട്ടൽ താഴത്തെ, അതായത് ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മളൊന്ന് ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ചെസ്റ്റ് പാർട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ സൈഡിൽ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിലേക്ക് നമ്മൾ ഡ്രസ്സ് ഫിറ്റിങ് ചെയ്തിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചെറിയൊരു ചുളിവ് പോലെ ഒരു തുണി നമുക്കങ്ങനെ ചെറിയൊരു ചുളിവ് കാണും. ആ ചുളിവ് വരാതിരിക്കാനായിട്ട് ചെസ്റ്റ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട്, എത്രയാണോ വരുന്നത് നിങ്ങളുടെ ചെസ്റ്റ് പോയിൻ്റ് തയ്യൽ തുമ്പം ചേർത്തിട്ട്, എനിക്കിവിടെ 11 വരുന്നത്, 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ താഴേക്ക് നീക്കി ഒന്ന് ചരിച്ചു കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ്, അല്ലെങ്കിൽ മൊത്തത്തിലൊരു 1/2 ഇഞ്ചിന് ചെറിയൊരു ടക്സ് ഇടാനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ചുളിവ് ഏറ്റവും അവസാനം ഫിറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ ആ ചുളിവ് വരത്തില്ല. അപ്പോൾ 2 സൈഡ് ഞാൻ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് പോയിൻ്റ് അവിടം വരെ ടക്സ് ഇടേണ്ട കാര്യമില്ല. ഒരു 4 ഇഞ്ച് വരെയൊക്കെ അല്ലെങ്കിൽ 3.5 ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്താൽ മതി. ചെസ്റ്റ് പോയിൻ്റ് അവിടം വരെ ടക്സ് ഇട്ടാൽ നമുക്കത് പോയിൻ്റ് പോലെ വരും, അത് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇതേ അളവിന് ലൈനിങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ലൈനിങ് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ പാർട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല, ഒരുപോലെ തന്നെ. ഞാനിപ്പോൾ ഫ്രണ്ടും ബാക്കും ഒന്ന് ജോയിൻ്റ് ഒന്ന് മാറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയാണോ നമ്മൾ മെയിൻ പാർട്ട് കട്ട് ചെയ്തേക്കുന്നത് ഒരു വ്യത്യാസവും വരുത്താതെ തന്നെ ലൈനിങ്ങും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരേപോലെ തന്നെ ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ലൈനിങ് നമുക്ക് എന്തായാലും വീതി കുറവായതുകൊണ്ട് സൈഡിൽ നമുക്ക് ജോയിൻ്റ് ചെയ്യാൻ കിട്ടത്തില്ല. അതുകൊണ്ട് മുകളിൽ നിന്ന് ഒരു ചെറിയ പീസ് സൈഡിൽ വെച്ച് ജോയിൻ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അതല്ലാതെ അംബ്രല്ല കുർത്തികളൊക്കെ തയ്ക്കുന്നത് പോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും 2ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ജോയിൻ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ലൈനിങ് സെപ്പറേറ്റും മെയിൻ പാർട്ട് സെപ്പറേറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ടും ജോയിൻ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് സൈഡിൽ കുറവ് വരും ലൈനിങ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മുകളിൽ നിന്നൊരു ചെറിയ പീസ് എടുത്ത് താഴേക്ക് വെച്ച് ജോയിൻ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ ലൈനിങ് ചേർത്ത് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിനകത്ത് മെയിൻ പാർട്ട് എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞില്ല. ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ച് വരെ, ഫ്ലാറ്റ് കോളറാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ 1 ഇഞ്ച് വരെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാവുന്നതാണ്. നോർമലാണെങ്കിൽ 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഫ്ലാറ്റ് കോളർ ആയതുകൊണ്ട് 1 ഇഞ്ച് വരെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അതുപോലെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോഴും 1/2 ഇഞ്ച് കൂടുതലിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്.
അതായത് 15 ഇഞ്ച് ഷോൾഡർ ഉള്ളവർ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ 7.5 ആണല്ലോ വരുന്നത്. അതിനൊരു 1/2 ഇഞ്ചും കൂടെ കൂടുതലിടുക. അതായത് ഫുൾ ഷോൾഡറിന് 1 ഇഞ്ച് കൂടുതലിട്ട് വേണം ഫുൾ ഷോൾഡർ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട്. നമുക്കിനി കോളർ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നോർമൽ പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്, രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രണ്ടും ബാക്ക് നെക്ക് കട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നെക്ക് ഫ്ലാറ്റ് കോളറാണ്, ഫ്ലാറ്റ് കോളർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ബാക്കിൽ നെക്ക് കട്ട് ചെയ്ത ആ പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഫ്രണ്ട് പീസും കൂടെ നമ്മൾ ആ ജോയിൻറ്റ് വരുന്ന രീതിയിൽ ഒന്ന് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ആ കർവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതല്ല ഇങ്ങനെ പീസ് വെക്കാതെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ, 3.5 ഇഞ്ചാണല്ലോ നെക്ക് വിഡ്ത്ത് കൊടുത്തത്, ടോട്ടൽ 7 ഇഞ്ച് വീതിയിൽ ഒന്ന് കർവ് ചെയ്ത്, അതായത് 3.5 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ചും കൂടെ മാറ്റിയിട്ട് ഒന്ന് താഴേക്കൊന്ന് റൗണ്ട് ചെയ്ത്, ഫ്ലാറ്റ് കോളറല്ലേ, ഒന്ന് റൗണ്ട് ആയിട്ടാണല്ലോ വരുന്നത്, റൗണ്ട് ചെയ്തൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ടോട്ടൽ മൊത്തത്തിൽ എങ്ങനെയാണോ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുത്ത് അത് മൊത്തത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നെക്ക് അത്രയും നമുക്ക് ആവശ്യമില്ല. സെൻറ്റർ ഭാഗത്തൊരു വി കട്ടിങ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത്രയും വേണ്ടി വരത്തില്ല. നമ്മൾ കട്ടിങ് വി കൊടുത്തതിന് ശേഷം നെക്ക് മാർക്ക് ചെയ്തെടുത്താലും മതിയാവും. കോളറിൻ്റെ വീതി മാർക്ക് ചെയ്യാനായിട്ട് മൊത്തത്തിൽ 3/4 ഇഞ്ചാണ് നമ്മൾ വീതി കൊടുക്കുന്നത്. അതിൻ്റെ 1/2 ഇഞ്ച് ഉൾഭാഗത്തേക്ക് നമ്മൾ ലൈൻ വരച്ചതിൻ്റെ ഉൾഭാഗത്തും 1/4 ഇഞ്ച് ലൈനിൻ്റെ അടിഭാഗത്തുമായിട്ടാണ് മാർക്ക് ചെയ്തത്. മൊത്തത്തിൽ 3/4 ഇഞ്ച് വേണം. 1/2 ഇഞ്ച് മുകളിലും 1/4 ഇഞ്ച് താഴെയായിട്ടാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ കോളറിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ റൗണ്ടായിട്ട് കൊടുക്കണമെങ്കിൽ റൗണ്ടായിട്ട് കൊടുക്കാം, അതല്ല സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ വരച്ച ഭാഗങ്ങളെല്ലാം, വരച്ച പോയിൻറ്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത പീസ് നമുക്കൊരു മെയിൻ ക്ലോത്തിലേക്ക് ഒന്ന് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പം ഇവിടെ ഫ്ലാറ്റ് കോളർ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വി നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താലും മതി. ആദ്യം നമുക്ക് ലൈനിങ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇത് കോളർ വെക്കുന്ന കുർത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് അടിച്ച് തിരിച്ചിടാനൊന്നും പറ്റത്തില്ല. എങ്ങനെയാണോ കുർത്തി മെയിൻ ക്ലോത്ത് ഇരിക്കുന്നത് അങ്ങനെ തന്നെ ലൈനിങ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമുള്ളിടത്തേക്ക് തുണി ഒന്ന് മൊത്തത്തിൽ വിരിച്ചിട്ട് അതിനകത്ത് പിന്ന് കുത്തി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ തുണി അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള ഒരു ക്ലോത്ത് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ട് പാർട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ടക്സ് കൊടുത്തെടുത്ത് അത് ടക്സ് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പോയിൻ്റ് ഒന്നും വരത്തില്ല, ചെറിയൊരു ടക്സാണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് ഒരു വി കട്ടിങ് കൊടുക്കാനുണ്ട്. അത് നമുക്ക് ക്യാൻവാസിലൊന്ന് വരച്ച് കട്ട് ചെയ്ത് തിരിച്ചിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസിനകത്തൊന്ന് 1.5 ഇഞ്ച്, മൊത്തത്തിൽ 3 ഇഞ്ച് വീതിയിൽ ക്യാൻവാസിൽ 3 ഇഞ്ച് ഇറക്കത്തിലും ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത് തുണിയിൽ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെൻറ്റർ ഭാഗത്തേക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്ത് പിൻ ചെയ്ത് ഒന്ന് തയ്ച്ച് തിരിച്ചിടണം. സാധാരണ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി ക്ലോത്ത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം പോയിൻ്റ് വരുന്ന ഭാഗത്ത് ചെറിയൊരു കട്ടും കൂടി ഇട്ട് കൊടുക്കണം ഉള്ളിലേക്ക്. സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ച് തിരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇപ്പം നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നില്ല. നെക്ക് കോളർ വെച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുമിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പതിച്ചടിക്കുന്നില്ല. ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം കോളർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വി നമ്മൾ വെച്ച് കൊടുത്ത് കട്ടിങ് വെച്ച് കൊടുത്തതിന് ശേഷം നെക്ക് മാർക്ക് ചെയ്ത് ഒരു ക്യാൻവാസിനകത്ത് മാർക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്ത നെക്ക് ഞാനൊരു തുണിയിലൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ നെക്ക് ആദ്യമേ അതിന് മുന്നേ ഒന്ന് അളന്നെടുക്കുകയും കൂടെ ചെയ്യണം. എത്ര നെക്ക് കോളർ എത്ര വേണം എന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തപ്പം അളവ് നോക്കിയപ്പം കിട്ടിയത്. അപ്പോൾ ഈ നമ്മൾ ആദ്യമേ നെക്ക് കട്ട് ചെയ്ത് കോളറിൽ കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്ന് വി വെച്ചതിന് ശേഷം നമ്മൾ ക്യാൻവാസിനകത്ത് എത്ര ഇപ്പോൾ 8.5 ആണല്ലോ നമുക്ക് മാർക്ക് അളന്ന് നോക്കിയപ്പോൾ കിട്ടിയത്. ആ 8.5 നീളം വരുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ 3/4 ഇഞ്ച് വീതി വരുന്നത് പോലെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിത് തുണിയിൽ ഒട്ടിച്ചതിന് ശേഷം ആകുമ്പോൾ നമുക്കത് പിന്നെ ഇളക്കിയെടുത്താണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയേക്കണം. രണ്ട് സൈഡ് ഒരുപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നിങ്ങൾ വി വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം കോളർ കട്ട് ചെയ്തെടുത്താലും മതി. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തത് കാരണം മാർക്ക് ചെയ്തെടുത്തത് പിന്നെ ഞാൻ വീണ്ടും അത് ഇളക്കിയെടുത്തിട്ട് നീളം കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. 8.5 മതിയെന്നുള്ളത് കൊണ്ട് ആ 8.5 ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ അളവിൽ തന്നെ ഒരു തുണിയും കൂടെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം നമുക്കൊന്ന് ക്യാൻവാസിൽ കയറാത്ത ചെയ്ത് ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് ക്ലോത്തും കൂടെ ഒന്ന് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് ക്യാൻവാസിൽ കൊള്ളാതെ സൈഡ് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ ഒരു കർവ് കൊടുത്തില്ല, ആ കർവ് തുടങ്ങി അപ്പുറത്തെ കർവിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള കർവിൽ എത്തുന്നിടം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കി തുണി ഒരു 4 ഇഞ്ച് നമുക്ക് മറിച്ചിടണമല്ലോ. അപ്പോൾ 4 ഇഞ്ച് തുണി വിട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. തയ്യലിൽ കൊള്ളാത്ത രീതിയിൽ നമുക്കിതൊന്ന് മറിച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിടണം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കോളർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാനായിട്ടുണ്ടാവും. ഒരു സൈഡ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത വശം നമ്മൾ ക്ലോത്തിലായിരിക്കും വെച്ചെടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പ് സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ക്യാൻവാസ് വെച്ച ഭാഗത്ത് ഉള്ളിലേക്ക് വെച്ച് ഒന്ന് ക്യാൻവാസിൻ്റെ അരികൊണ്ടല്ലോ അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം എക്സ്ട്രാ ആയിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കളയുകയും കൂടെ വേണം. അപ്പോൾ എക്സ്ട്രാ ഉള്ള തുണി ഞാനിവിടെ സൈഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആ തുണി നമുക്ക് വേണ്ടത് നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്ക് അകത്തേക്ക് പതിച്ചടിക്കുന്ന ഭാഗമായതുകൊണ്ട് നെക്ക് ആ തുണിയുടെ ആവശ്യം അവിടെ ഇല്ല. അരികു ചേർത്ത് തന്നെ അതങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ഈ പതിച്ചടിച്ച നെക്കിൻ്റെ അളവിന് ഒരു തയ്യൽ തുമ്പായിട്ട് 4 ഇഞ്ച് ഒരു പോയിൻ്റ് എക്സ്ട്രാ ഇട്ടിട്ട് അടിയിലുള്ള തുണി നമുക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് തയ്യൽ എവിടെയാണ് വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഫ്രണ്ടും ബാക്ക് ഒരുപോലെ വരണമല്ലോ. അപ്പോൾ നമ്മൾ പതിച്ചടിച്ച ആ ക്യാൻവാസിൻ്റെ അതേ അളവിന് തന്നെ അടിയിലത്തെ തുണിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം മാർക്ക് ചെയ്തതിന് ശേഷമുള്ളത് തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ച് ഒരു പോയിൻ്റ് തയ്യൽ തുമ്പ് വിട്ടിട്ട്, അല്ലെങ്കിൽ 1/2 ഇഞ്ചാണ് നിങ്ങൾ തയ്ച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് ഒരു പോയിൻ്റാണ് തയ്യൽ തുമ്പെടുത്തേക്ക്. നമ്മുടെ ഒരു പ്രഷർ ഫൂട്ട് വീതിക്ക് വരുന്ന രീതിയിൽ തയ്യൽ തുമ്പെടുത്തിട്ട് ബാക്കി തുണി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെക്ക് നമ്മൾ അന്നേരം സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നെക്കല്ല കോളറ്
കോളർ നമുക്കിനി നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നെക്കിൻ്റെ ബാക്കിൽ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അകത്തുനിന്ന് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സെൻറ്ററിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ അളവ് കറക്റ്റായിട്ട് എടുത്തതുകൊണ്ട് കുഴപ്പമില്ല, അറ്റത്തുനിന്ന് വേണമെങ്കിലും തുടങ്ങാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർ സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും കുറേയും കൂടെ നല്ലത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കൂടുതലോ കുറവോ ഒന്നും വരാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നെക്ക് നമ്മൾ കോളർ ക്യാൻവാസിൽ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് കൂടുതലിട്ട് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം കുറഞ്ഞു പോകുന്ന പ്രശ്നം വരത്തില്ല. ഒരു പോയിൻ്റ് ഒന്ന് പുറത്തേക്ക് തള്ളിയിരുന്നാലും നെക്കിന് അത്ര വൃത്തികേടൊന്നുമില്ല, കാണാനും നല്ല ഭംഗിയായിരിക്കും. ചില കോളറുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പോയിൻ്റ് നെക്കിൻ്റെ ഇപ്പം കട്ടിങ് വരുന്നതിൻ്റെ പുറത്തേക്ക് ഒരു പോയിൻ്റ് പുറത്തേക്ക് നിൽക്കും. അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം കുറവ് വരരുത്. അതുകൊണ്ടാണ് ഒരു പോയിൻ്റെങ്കിലും എക്സ്ട്രാ ഇട്ടാലും പ്രശ്നമില്ല നെക്ക് കട്ട് ചെയ്യുമ്പോൾ, അതായത് ക്യാൻവാസിൽ കോളർ കട്ട് ചെയ്തെടുക്കുമ്പം. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് തയ്യൽ തുമ്പ് ഉള്ളിലേക്കാക്കി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ അങ്ങനെ ഒന്ന് തയ്യൽ തുമ്പ് ഉള്ളിലേക്കാക്കി പതിച്ചടിച്ചെടുക്കുന്നുണ്ട്. വളരെ ടൈം എടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇങ്ങനെ പതിച്ചടിച്ചെടുക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ വലിക്കുകയൊന്നും ചെയ്യരുത്, ഇല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ തുണി ചുളുങ്ങി ഒക്കെ വരും. ഏറ്റക്കുറച്ചിൽ വരും, നീളം കുറവും കൂടുതലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. തുണി ഒരിക്കലും ചുളുങ്ങാൻ പാടില്ല. അടിയിലത്തെ തുണിയും തയ്യൽ തുമ്പും ഒക്കെ കറക്റ്റാണോ നോക്കി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പതിയെ സമയമെടുത്ത് കുറേശ്ശെ ഭാഗമായിട്ട്, കാരണം റൗണ്ട് കോളറും കൂടെ ആണല്ലോ, അപ്പോൾ ചുളുങ്ങാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ പതിയെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കോളറിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ടുള്ളത്. ടൈം എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടിഭാഗത്ത് ചെറിയൊരു ചുരുക്ക് പോലെ കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്കത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ പ്ലീറ്റ്സ് ആണ് ആദ്യം ഉദ്ദേശിച്ചത്. പ്ലീറ്റ്സ് ആണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെക്കിൻ്റെ സ്ലീവിൻ്റെ അടിഭാഗത്ത് എത്രയാണോ വീതി വേണ്ടത്, അതിന് ലൂസിങ് വേണ്ടത്, അതിന് ശേഷമുള്ള ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഞാൻ കട്ടിങ് കൊടുത്തിട്ട് അതിനിടയിൽ പ്ലീറ്റ്സ് ഇട്ടാൽ മതിയാവും. അപ്പം ഞാൻ ഇതിന് ശേഷം ഇലാസ്റ്റിക് തന്നെയാണ് വെച്ച് കൊടുത്തത്. ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ എളുപ്പമാണ്. സാധാരണ നമ്മൾ മടക്കി തയ്ക്കുന്ന പോലെ ആദ്യം ഒരു തവണ മടക്കി തയ്ക്കണം സ്ലീവിൻ്റെ അടിഭാഗം. അതിനുശേഷം ഒന്നുകൂടെ സ്ലീവ് നമുക്ക് ഇലാസ്റ്റിക് എത്രയാണോ ഇലാസ്റ്റിക് നമ്മുടെ കയ്യിൽ വീതിയുള്ളത്, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒക്കെ വീതിയുള്ള ഇലാസ്റ്റിക്, 1/2 ഇഞ്ചായിരിക്കും സാധാരണ വരുന്നത്. ആ വീതിക്ക് അനുസരിച്ച് വീണ്ടും ഒന്നുകൂടെ മടക്കുക. അതിനുശേഷം ഇലാസ്റ്റിക് നമ്മളൊന്ന് പിന്നിട്ട് ഒന്ന് അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എത്രയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ലീവിൻ്റെ വണ്ണം, ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റ് എത്രയാണോ ആ സെയിം അളവോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൂസ് വേണമെന്നാണെങ്കിൽ നല്ലപോലെ വലിയുന്ന ഇലാസ്റ്റിക് ആണെങ്കിൽ സെയിം അളവ് തന്നെ ഇട്ടാൽ മതിയാവും. ഒരുപാട് വലിയാത്ത ഇലാസ്റ്റിക് ആണ്, കുറച്ച് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് ലൂസിങ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 സ്ലീവ് ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഇലാസ്റ്റിക് ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ മെയിൻ ബോഡി പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ സാധാരണ എല്ലാ സ്ലീവും വെക്കുന്ന പോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവ് നോർമലായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഫ്രണ്ട് ആം ഹോളൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻറ്റർ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സാധാരണ എല്ലാ കുർത്തിയിലും ഡ്രസ്സിലും എല്ലാം നമ്മൾ എങ്ങനെയാണോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പഫ് അടിയിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം കുറച്ച് ലൂസിങ് കൊടുത്ത് ഇലാസ്റ്റിക് വെച്ചെടുത്തിട്ടുള്ളൂ. അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്താത്തത് കൊണ്ട് നോർമലായിട്ട് എങ്ങനെയാണോ തയ്ച്ചെടുക്കുന്നത് അങ്ങനെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് അറിയിക്കണേ. വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം. ഇതിന് മുന്നേ ഞാൻ ബ്ലൗസിൻ്റെ ഫ്രോക്കിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ട്. അതൊന്നും കാണാത്തവരൊന്ന് പോയി കാണണേ. ഒരു സ്ലീവ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫൈനലായിട്ട് കാണാനായിട്ടുള്ളത്. അടിയിൽ ചെറിയൊരു ചുരുക്ക് പോലെ വരും. അപ്പോൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ സൈഡൊന്ന് ഫിറ്റിങ് നമുക്ക് ചെയ്ത് കൊടുക്കണം. സൈഡ് ഫിറ്റിങ് ചെയ്യാനായിട്ട് ആദ്യമേ അടിയിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുണ്ടല്ലോ, ആ ഏറ്റക്കുറച്ചിലുള്ളത് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കണം. അതുപോലെ ലൈനിങ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു 2 ഇഞ്ച് മുകളിലേക്ക് വെച്ചാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലൈനിങ് മൊത്തത്തിൽ ഞാനൊന്ന് 2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ക്രേപ്പ് ലൈനിങ് ആയതുകൊണ്ട് തൂങ്ങി പോവാതെ ഇരിക്കാനും കൂടാണ് ഞാൻ 2 ഇഞ്ച് മുകളിലേക്ക് കട്ട് ചെയ്തത്. അതിനുശേഷം ആദ്യം ലൈനിങ് നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കണം. ഒന്ന് 2 തവണ ഒന്ന് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം സൈഡ് ഫിറ്റിങ് ചെയ്യാവുന്നതാണ്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ അംബ്രല്ല ഫ്രോക്കൊക്കെ ചെയ്യുന്ന പോലെ ലൈനിങ് വേറെ മെയിൻ ക്ലോത്ത് വേറെ, ആ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ലൈനിങ്ങിന് വീതി ഇത്രയും നമുക്ക് സൈഡിൽ ആ ജോയിൻറ്റ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ ഏറ്റവും അവസാനം രണ്ടിൻ്റെ അടിഭാഗം തയ്ച്ച് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ രണ്ടും ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഞാൻ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് ലൈനിങ് ആദ്യം ഒന്ന് അടിഭാഗം തയ്ച്ചെടുക്കണം. അതിനുശേഷം സൈഡ് ഫിറ്റിങ് ചെയ്തിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡ് ഫിറ്റിങ് ഞാൻ ചെയ്തെടുത്തിട്ട് മെയിൻ ക്ലോത്തിങ് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കുർത്തിയുടെ സ്റ്റിച്ചിങ് മനസ്സിലാവുന്നുണ്ടോയെന്നൊന്ന് പറയണം. പറയുന്നതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഷോൾഡർ ടു വേസ്റ്റ് ടക്സ് വരുന്ന ഒരു പാനൽ കട്ട് കുർത്തിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.